വെൽക്കം ടു ഫീനാസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് തേങ്ങയൊന്നും ചേർക്കാതെ നല്ലൊരു ചെമ്മീൻ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നമ്മുടെ ഈ ചെമ്മീൻ കറി തയ്യാറാക്കിയെടുക്കാനായി ഞാനൊരു മൺചട്ടി സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കനം കുറച്ചരിഞ്ഞ ഇഞ്ചിയും 5-6 വെളുത്തുള്ളി കനം കുറച്ചരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 10-12 ചെറിയ ഉള്ളി 2ആയി കട്ട് ചെയ്തതും ഇട്ട് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുന്നത് വരെ വഴറ്റിയാൽ മതിയാകും. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് വലിയൊരു തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ ചെറുതായി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ തക്കാളിയും ചെറിയ ഉള്ളിയും എല്ലാം നന്നായി വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നന്നായി അരച്ചെടുക്കേണ്ടതാണ്. മിക്സി ജാറിൽ അല്പം വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായി അരച്ചെടുക്കാം. ഇനി കുറച്ച് മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനായി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്താലും മതിയാകും. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം പോകാൻ മാത്രമായി പെട്ടെന്നൊന്ന് ചൂടാക്കി എടുക്കണം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി പാനിൽ നിന്ന് പെട്ടെന്ന് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മൺചട്ടി സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവായും 2 വറ്റൽമുളക് 2ആയി കട്ട് ചെയ്തതും ഇപ്പം കറിവേപ്പിലയും കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ചതും 3-4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് എല്ലാം നല്ലതുപോലെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് മതിയാകും. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മസാലപ്പൊടിയാണ്. പൊടിയും കൂടി ഇട്ട ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചേർക്കേണ്ടത് 1/2 കിലോ അളവിൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ്. ചെമ്മീനും കൂടി ഇട്ട ശേഷം മീനിൽ മസാല പിടിക്കാനായി എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കറിക്ക് ആവശ്യമായ 1 ടീസ്പൂൺ ഉപ്പും കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് അല്പം വെള്ളം കൂടി ഒഴിച്ച് മീനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പുളിക്ക് വേണ്ടി കുതിർത്ത് വെച്ച വാളൻപുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വാളൻപുളിക്ക് പകരം കുടംപുളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ സമയം ഉപ്പും പുളിയും നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പെല്ലാം പാകത്തിനും ഉണ്ട്. അല്പം കൂടി ഗ്രേവിക്ക് വേണ്ടി 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കറിയിലേക്ക് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേരുമ്പോൾ നമ്മുടെ ചെമ്മീൻ കറിക്ക് ഒരു പ്രത്യേക മണവും സ്വാദും കൂടുകയേ ഉള്ളൂ. മീൻ വേവാനായി 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ ചെമ്മീനെല്ലാം വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി സൂപ്പറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചെമ്മീൻ കറി ചോറിൻ്റെയും അപ്പം, ചപ്പാത്തി എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോംബോയാണ്. ഇനി ചെമ്മീൻ വാങ്ങുമ്പോൾ ഇതുപോലെ കറി വെച്ച് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ റെസിപ്പികൾക്കായി ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.